ആയിരം പാദസരങ്ങൾ കീലുങ്ങി. പ്രകാശേ, ഓ, നിങ്ങൾക്ക് സത്യത്തില് സ്വന്തമായിട്ട് എന്തോരം വസ്തുണ്ട്? ഈ കാണുന്ന വയൽ കണ്ടല്ലോ, ആ. ഇത് അപ്പൂപ്പന്റെ ആയിരുന്നു. ആ. അപ്പൂപ്പനെ എങ്ങനെയൊക്കെയോ പറ്റിച്ച് അച്ഛനത് കൈക്കലാക്കി. ഇപ്പൊ എന്തായാലും നമ്മുടെ അമ്മയുടെ പേരിലാണ്. പിന്നെ ഒരു 4 ഏക്കർ തെങ്ങും തോപ്പ്. നിനക്കറിയാവുന്ന സ്ഥലം. 4 ഏക്കർ. ആ. എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് സത്യം പറഞ്ഞ സങ്കടം വരുവാണ്. എന്നാ പറ്റി? ഇത്രയും സ്വത്തുണ്ടായിട്ടും ദരിദ്രവാസിയെ പോലെ അല്ലേ കഴിയണം? മനുഷ്യനെ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഒരു ഭാഗ്യം കൂടെ വേണം. അതൊന്നും ഇല്ല നമുക്ക്. എനിക്ക് ഈ പുഷ്പയുടെ വായി കിടക്കുന്ന തെറിയും കേട്ട് ചവിട്ടും കൊണ്ട് കിടക്കാനായി യോഗം. നല്ലൊരു കോളത്ത് വന്നിട്ടുണ്ട്. എന്നാ? ആദ്യം ഇരിക്കെ പറയാം. ശരി. പറ. സംഭവേ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കിടിലം കോളത്ത് വന്നിട്ടുണ്ട്. എന്നാ സംഭവം? കൊച്ചി ബേസിൽ ഒരു മാർവാടി കമ്പനി നമ്മുടെ നാട്ടിൽ ഒരു വില്ല പ്രോജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്വത്തില്, നമ്മുടെ സ്ഥലമില്ലേ 4 ഏക്കർ, അതിൽ അവർക്കൊരു ചെറിയ കണ്ണുണ്ട്. ഫസ്റ്റ് അതും പറഞ്ഞോണ്ട് അമ്മയുടെ തൊട്ട് ചെന്നാ മതി. അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മള് പറയത്തില്ലേ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരത്തില്ല. ഇതുപോലെ അമ്മയ്ക്ക് മനസ്സൊന്നും മാറുകയല്ല. നീ വേറെ വല്ല പരിപാടിയും പറ. പ്രകാശി, അവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ ചോദിക്കണ പൈസ നമുക്ക് തരും. അമ്മയുടെ പറഞ്ഞാ കേൾക്കത്തില്ല, അതാണ് പ്രശ്നം. നീ ഒരു പണി ചെയ്യ്, നമുക്ക് വേറെ സ്ഥലം ഒപ്പിച്ചു കൊടുക്കാന്ന് പറ. നിങ്ങൾ ഇപ്പോഴും ഈ 3 രൂപ കമ്മീഷൻ മേടിച്ചുള്ള ബ്രോക്കർ പരിപാടിക്ക് നിൽക്കുവാണോ? അല്ലാതെ വേറെ എന്നാ ചെയ്യാനോ? നിവൃത്തിയില്ല വേറെ. സംഭവം വേറൊരു ഓഫർ റോഡ് ഉണ്ട് അതിനകത്ത്. ഈ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെട്ട് വില്ല പ്രോജക്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു വില്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഈ സന്ധ്യാ നേരത്ത് ഇവിടെ ഒന്ന് കൊതുകടിയും കൊണ്ടിരുന്ന് 2 അടിക്കുന്ന സമയത്ത് അവിടെ നല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടന്ന് പിന്നെ ഇറങ്ങി കുളിക്കുകയും ചെയ്യും ഇടയ്ക്ക്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളത്തിന്റെ പുറത്ത് മറ്റേ പാത്രത്തിലേക്ക് കുപ്പിയൊക്കെ വെച്ചിട്ട് എന്നാ ചെയ്യൂടാ പോയി. ഓക്കെ അല്ലേ? അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ട, അതിനെന്താ ഒരു വഴി? അമ്മയെ പറഞ്ഞ സംഭവിക്കണ കേസ് നിങ്ങൾ വിട്ടേരെ, അത് ഞാൻ റെഡിയാക്കി തരാം. എന്ത് വഴിയാ? ബാ, എഴുന്നേറ്റേ പറയാം. ഉറപ്പാണോ? അത് ഞാൻ ഏറ്റു. നടന്നാ മതിയായിരുന്നു. സൂക്ഷിച്ചു നടക്കട്ടോ. ഇതെന്തോന്ന് മുടിയത്? ഇത് പിന്നെയൊന്നും കെട്ടാൻ പറ്റില്ല, കൊണ്ടുപോയേ. മതി, നീ കെട്ടണ്ട. എടി അതെ, അപ്പൂവിനും അമ്മൂമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തോന്നണം. നീ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതാണ്. അല്ല, എന്തിനാ വിളിച്ചേ? അവരെയൊക്കെ മറന്നൂന്ന് ചോദിച്ചു വിളിച്ചതാ. മറന്നൂന്നങ്ങ് പറയണം. നിന്നെ വിളിച്ചപ്പോ നീ അങ്ങനെയാണോ പറഞ്ഞേ? എന്നെ വിളിച്ചില്ലല്ലോ, ചേച്ചിനെ വിളിച്ചത്. നിന്നെ വിളിച്ചില്ലേ നീ അങ്ങോട്ട് വിളിക്കണം. പിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിക്കുവല്ലേ? ആരെങ്കിലും അറിഞ്ഞോണ്ട് തീയിലെടുത്ത് ചാടുവോ? എന്റെ ചേച്ചി ഒന്നാമത് ഇവിടുത്തെ ഉള്ളവരുടെ ഉപദേശം കേട്ട് നീരിക്കപ്പുറത്തില്ല, ഇനി അവരുടെയും കൂടി ഉപദേശം കേൾക്കണം. അത് ശരിയാ, അപ്പൂപ്പൻ ഭയങ്കര ഉപദേശ. എനിക്കൊരു ഡൗട്ട്. എന്താണ്? ഈ അപ്പൂപ്പനെ എന്തിനു കാലെന്ന് വിളിക്കുന്നത്? അപ്പൂപ്പന്റെ പേര് കലാധരൻ എന്നല്ലേ, അപ്പൊ അതൊരു പ്രാസൊക്കെ ചേർത്ത് കാലൻ കലാധരൻ എന്ന് വിളിക്കണു. അതേടി, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണ്. അല്ലെന്ന്. അങ്ങനെയാണ്. നിനക്കറിയോ? നിനക്കറിയോ? എനിക്കറിയുന്നുണ്ട്. പിന്നെന്തുട്ടാണ്? എന്നോട് അമ്മൂമ്മ പറഞ്ഞതാണ്. ആണോ? അതെ. എന്നാ ഞാൻ പറയണത് അങ്ങനെയൊന്നും അല്ല, വേറെ എന്തോ ഒരു കാര്യമാണ്. അങ്ങനെയാണ്. എന്നാ നിനക്ക് തെളിയിച്ചോ? തെളിയിക്കാൻ എങ്ങനെ തെളിയിക്കാൻ? അതൊക്കെ ഉണ്ട്. തെളിയിച്ചരാ. വാ. എന്താണ്? വാടി. ഞാൻ ചോദിച്ചാൽ നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? നീ പറയാ എങ്ങനെയാ? നീ എന്തെങ്കിലും പറ. എനിക്കൊന്നും പറയാനില്ല. നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ചോദിച്ചേ? നടക്കാത്ത കാര്യത്തിനല്ല ഞാൻ എന്ത് പറയാനാ? നടക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ നിന്റെ അഭിപ്രായം ചോദിച്ചത്? നടത്തി എടുക്കണ്ടേ നമുക്ക്? നീ ഗുണമുള്ള കാര്യമാണ്. അല്ല, അത് വേണോ? നടക്കോ? നടത്തണം. നീ ചങ്കായിട്ട് എന്റെ കൂടെ നിന്നാ നടത്തും. നാശങ്ങൾ വരുന്നുണ്ട്. നാശങ്ങൾ വരുന്നുണ്ട് കേട്ടായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇടിച്ചു കളി കയറി വന്നത്? എന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? എപ്പോഴും വരുന്നുണ്ടല്ലോ. ഞങ്ങളും കൂടെ വരും. അമ്മ ഒരു ഡൗട്ട്. എന്നോടോ? നോക്കിയേ, മക്കളെ എന്നോടാ ഡൗട്ടൊക്കെ ചോദിക്കണേ. പറ മക്കളെ. അമ്മേന്റെ അച്ഛൻ എന്തിനാണ് ഈ കാലൻ കലാധരൻ എന്ന് വിളിക്കണേ? മാതിരി ഡൗട്ടൊന്നും കൊണ്ട് എന്റെ അടുത്ത് വരരുതേ, അതെനിക്ക് ഇഷ്ടമല്ല. അത് മോശമല്ലേ? പിള്ളേർക്ക് ഒരു സംശയം എന്ന് നീ വേണ്ട തീർത്തു കൊടുക്കാൻ. സംശയമല്ലേ ചോദിച്ചോളൂ. അതെ, തീർത്തു കൊടുക്കൂ. എന്തേ ഒന്നും മിണ്ടായില്ലേ? എനിക്ക് ഇഷ്ടമല്ല എന്റെ അച്ഛനെ അങ്ങനെ പറയുന്നത്. നീ പറയണ്ടെന്ന് ഞാൻ പറയാം മക്കളെ. ഞാൻ പറയരുത്. അതാണ് സംശയം തീർക്കണം.
ഇവളുടെ നാട്ടിലെ ആരെങ്കിലുമൊക്കെ വയ്യാതെ മരിക്കാറായി വയസ്സായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളുടെ അച്ഛൻ പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സമയം അയാൾ മരിച്ചിരിക്കും. അല്ല അപ്പൊ അപ്പൂപ്പൻ ഒരു കാലനാണല്ലേ? ഉറപ്പല്ലേ? ഡൗട്ടെല്ലാം തീർന്നില്ലേ? പോക്കോ. അച്ഛാ അപ്പൊ അമ്മ ചെറിയൊരു കാലത്തിയല്ലേ? പിള്ളേർക്ക് നല്ല വിവരമുണ്ട് കേട്ടോ. അതെ അതൊക്കെ പോട്ടെ. കാലത്തി പുഷ്പ കുഞ്ഞിക്കാലത്തി. ഞങ്ങളൊരു സീരിയസ് കാര്യം സംസാരിക്കും. നിങ്ങൾക്ക് എന്തിന്റെ കേടാന്ന്? ഞാൻ പറഞ്ഞില്ല അവരറിയും. നീ എന്നെ പിടിച്ചൊന്നും കയറാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞതിനെ പറ്റി പറ. നടക്കും അതൊക്കെ. എടി നീ ഒന്ന് സമ്മതിച്ചാ മതി. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഏറ്റു. എന്റെ പൊന്നേ, കാലത്തി എന്നുള്ള ഡയലോഗ് കേട്ട് ദൈവമേ ഞാൻ ചിരി ചൂപ്പാണ് വന്ന്. നീ വല്ലാണ്ട് ചിരിക്കണ്ട. അപ്പൂപ്പിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞാലേ നിന്റെ ഫ്രണ്ട്സ് നിന്നെ കൊച്ചു കാലത്തേന്ന് വിളിക്കും. ആണോ? എന്നാ പിന്നെ ഞാൻ കാലെന്ന് പോട്ട് കലംന്ന് പോലും പറയണല്ല. നീ കാന്ന് പോലും മിണ്ടണ്ട. ഞാനങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. നീ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ഞാനെന്തിനാ ആലോചിക്കുന്നു? അമ്മ, ഈ ആഡംബര വില്ലയില് സിനിമാ നടന്മാരും നടിമാരല്ലല്ലേ ജീവിക്കുന്നത്? അവരെ അയൽവക്കത്ത് അമ്മ അതേപോലെ ചെത്തി നടന്ന് ജീവിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു വില്ലയിലൊക്കെ അങ്ങനെയാണെങ്കിൽ അമ്മ സമ്മതിക്കണം. അത് വേണ്ട, അത് നടക്കില്ല. എന്തുവാ അമ്മ ഇത്? ഞാൻ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ജീവിക്കണോ? ആ പറമ്പിൽ കൃഷി ചെയ്തിട്ട് എന്നാ കിട്ടാനാ? ഇതിപ്പോ ഒരു ഗോൾഡൻ ചാൻസാ. നമുക്കിത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താ. അത് നമ്മൾ കളയാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. എന്നിട്ട് അവന്മാരതുപോലെ ഓർക്കൂ. എനിക്കിതൊന്നും അറിയണ്ട. നിനക്ക് ആർഭാട ജീവിതം നയിക്കണമെങ്കിലേ നീ സ്വന്തമായിട്ട് പണിയെടുക്കണം. അല്ലാതെ കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന മുതൽ വിറ്റിട്ടല്ല ആർഭാടം കാണിക്കേണ്ടത്. അവസാനം വജ്രായുധമായിട്ട് അതങ്ങ് ഉപയോഗിച്ചു. ഈ ജീവിതം മതിയായ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. എനിക്കിങ്ങനെ നരക ജീവിക്കാൻ പറ്റുകയില്ല. നീ പറയുന്നിടത്ത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ എവിടെ വേണേലും ഒപ്പിട്ട് തരാം. ഈ കാണുന്നതൊക്കെ പ്രകാശിയുടെ പൂർവികർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാ. ഇവിടെ അങ്ങോട്ട് പിന്നെ ഉണ്ടേ. അതെ, വേറെ ഉണ്ട്, ബാക്കിലോട്ടുണ്ട്. എന്ത് കാര്യം? അവസാനം ഞങ്ങളുടെ ബോസിന്റെ കയ്യിൽ തന്നെ എല്ലാം ആയില്ലേ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റട്ടെ. പാപ്പാടി കുടുംബക്കാരെ സംബന്ധിച്ച് ഇതൊന്നും വിറ്റിട്ട് കഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് നാടിനൊരു വികസനമാവട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. വില്ല പണിത് വിറ്റ് കഴിഞ്ഞാൽ എന്ത് വികസനം? വികസനം ഞങ്ങളുടെ ബോസിനല്ലേ? അല്ല, ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ് ഈ വില്ല വാങ്ങുന്നത്. അതാണ് പ്രകാശ് ഉദ്ദേശിച്ചത്. അതെ അതെ അല്ലേ പ്രകാശ്? ഓ അതാണ്. അപ്പൊ നമുക്ക് നമുക്ക് ഉറപ്പിച്ചാലോ? നിങ്ങൾ പറയുന്ന റേറ്റ് അല്പം കൂടുതലാണ്. വേണുകുട്ടാ, ഇങ്ങനെ ഒരുമാതിരി കച്ചവടം പോലെ വിലപേശം എന്നാണ്ടല്ലോ. ഞാൻ ഈ അങ്ങ് മാറുവേ, ഇല്ലെങ്കിൽ ഞാൻ കണ്ടമാനം വില കൂട്ടിക്കളയും. നിക്കുന്നത് പറ, എന്ത് ഓക്കെ ആണോന്ന് പറയാ നിങ്ങള്. സാറ് കേട്ടോ, 4.5 ഏക്കർ സ്ഥലമുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം, നല്ല ശുദ്ധമായ വായു, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ്. നിങ്ങൾ ഈ 4.5 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ പോയാലും വളരെ ഹൈഫൈ ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫാണ് ചുറ്റിനുള്ളത്. ഞങ്ങളത് സമ്മതിച്ചു. പക്ഷെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ വില്ലയുടെ പണി തുടങ്ങണം. പണിയോ എന്ത് വെള്ളം നിങ്ങൾ തുടങ്ങിക്കോ, പക്ഷെ തരാനുള്ള പൈസ ആദ്യം തന്നെ. അതെ അല്ലേ പ്രകാശ്? ഉറപ്പല്ല. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ്റെ ഒന്ന് കാണാം. പൈസയുടെ കാര്യം പറഞ്ഞത് മറക്കല്ലേ? ശരി. വേണു, കാര്യം ഇത്രത്തോളം ഒക്കെ. ഇനി ഇതിന്റെ പുറകെ വല്ല നൂലാമാലകളും വരൂ. എന്ത് നൂലാമാല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണിക്കൂട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമല്ലേ? ഉറപ്പല്ലേ? പിന്നെന്താ, ധൈര്യമായിട്ട് വാ. നല്ലൊരു കച്ചവടമല്ലേ സെറ്റ് ചെയ്തത്.
കാലുവേദന എങ്ങനെയുണ്ടമ്മേ? ഓ വളരെ കുറവുണ്ട് മക്കളെ. ആ അച്ഛമ്മേ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? കാര്യം അറിഞ്ഞാലല്ലേ ശരിയോ തെറ്റോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ഥലം ഏതോ മാറാടി കൊടുക്കാൻ പോകുന്ന കേട്ടത്. ആ അതാണോ? അത് ഞാൻ പറഞ്ഞുതരാടാ. അത് അവര് നല്ല വില തരാന്ന് പറഞ്ഞു, അതുകൊണ്ട് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ സമ്മതം ഒന്നും വേണ്ട, ഇതൊന്നും വിൽക്കാനും വാങ്ങുന്നതിനും ഒന്നും. അത് നിന്റെ സമ്മതം എന്തിനാ? അച്ഛമ്മയുടെ പേരിലുള്ള സ്ഥലമല്ലേ, അപ്പൊ അച്ഛമ്മയുടെ സമ്മതം പോരെ? പൈസ കേട്ട പച്ചമ്മയുടെ കൊണ്ടങ്ങ് മഞ്ഞളിച്ചല്ലേ? നിനക്ക് നിന്റെ അച്ഛച്ചന്റെ പേരറിയോ? ആ അറിയാം, പുരുഷോത്തമൻ. അച്ഛന്റെ പേരറിയോ? ഇല്ല. അറിയണം. അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട മുതലായത്. എന്നിട്ടാണോ ഈ മണ്ണ് കണ്ട മാറാടിക്ക് മരാടിക്ക് എല്ലാം കൂടെ കൊടുക്കാൻ പോകുന്നത്? എല്ലാവരുടെ സന്തോഷം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. എനിക്ക് അത്ര സന്തോഷം ഇല്ല. അതിന് നിന്റെ സന്തോഷം ആർക്ക് വേണം? ഓഹോ, ആ പൊന്നു വളയുന്ന പറമ്പിലെ ഒരു കുറ്റി പരിപാടിക്കാൻ ഈ സഞ്ജു സമ്മതിക്കൂല കേട്ടോ. പോയതായിരുന്നു. അല്ല അപ്പോ കാണിച്ചു തരാം. സഞ്ജുവിന് അത്ര ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഞാനും പറഞ്ഞത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എന്നെ ഞാൻ പറഞ്ഞു കേൾക്കാം. അമ്മ അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തറിയാം ഇതിനെ കുറിച്ചൊക്കെ? എന്ത് ചെറിയ കുട്ടി? ഞാൻ പഠിച്ച എന്തോ അമ്മേ? ഞാൻ ഇവിടെ വന്നേ എന്തിനാ? അല്ലാണ്ട് നീ സ്ഥലപ്പ് നേരത്തെ വിറ്റു പോയനല്ലേ? ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. നീ പോടാ അവിടുന്ന്. നിന്റെ സമ്മതം ആർക്കും വേണം. നീ കാല് തിരുമ്പടി. അമ്മ അച്ഛനോടെ കാലൊക്കെ തിരുമ്പി സോപ്പിട്ട് സ്ഥലം വിൽക്കാൻ നോക്കുവോ? അല്ലേ അമ്മ മോശം കേട്ടോ അച്ഛന്റെ കൂട്ടം നിൽക്കുന്ന. അച്ഛൻ വെറും മണ്ടനാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അച്ഛമ്മക്ക് അറിഞ്ഞൂടെ അച്ഛൻ വെറും മണ്ടനാണ്? ഈ പൈസ അച്ഛൻ പുട്ടടിച്ച് തീർക്കും കണ്ടോ? നിന്നോട് പോവാൻ പറഞ്ഞത്. അമ്മ എങ്ങനെയായി പോയല്ലോ. വേദന കുറവില്ലേ? ഓ നല്ല കുറവുണ്ട് മക്കളെ. നീ ഒരു കാര്യം ചെയ്യണം, എന്നെ മൊത്തത്തിൽ ഒരു തിരുമണം. അതൊരു ദിവസം ഞാൻ ചെയ്യും. ആ നമുക്ക് ചൂടുവെള്ളം പതപ്പിച്ചിട്ട് ഒഴിക്കണം, കുളിപ്പിക്കേ അമ്മേനെ. ആ അതൊരു ദിവസം ഞാൻ ചെയ്യും അമ്മ, പേടിക്കണ്ട. എന്നെ കുളിപ്പിക്കണേ. ആ അത് ഞാൻ കുളിപ്പിക്കും, ഒരു ദിവസം ചെയ്യാം. ആ താത്തു വെച്ചോ. ചേച്ചി, നമ്മുടെ ഈ വില്ലപ്പണി നടക്കടാ. വില്ലപ്പണി കഴിഞ്ഞാ നമ്മൾ അവിടെ അവസ്ഥ താമസം. എടാ ഇവിടെ പണി തുടങ്ങിയിട്ടില്ല, അതിനിടയ്ക്ക് അവൻ വീട് താമസം തുടങ്ങി. എന്താ ചേച്ചി? എന്ത്? എന്താ എനിക്ക് ഈ വീടാ ഇഷ്ടം. ഇവിടേക്ക് എത്ര ഓർമ്മകൾ ഉണ്ട് അറിയോ? ആ നീ വേണമെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് പോയി താമസിച്ചോ. ഞാൻ ഈ വീട്ടിന്റെ കാര്യാ പറഞ്ഞേ. അതെന്നെ ഞാനും പറഞ്ഞത്. എവിടെയൊന്നും മിണ്ടായിരിക്കണി, അവൻ ഈ വീടിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതുകൊണ്ടാ. കറക്റ്റ്. അയ്യേ, അത് നമ്മള് അവനേക്കാളും കൂടുതൽ വർഷം താമസിച്ചിട്ടില്ല, നമുക്കില്ലാത്ത അറ്റാച്ച്മെന്റ് അവന്. എനിക്ക് നല്ല വിഷമമുണ്ടല്ലോ. അന്നം തരുന്ന ഋഷിഭൂമിയെ സംരക്ഷിക്കുക. Go back, go back. Go back, go back. Villa project, go back. Villa project, go back. Go back, go back. Go back, go back. Villa project, go back. അച്ഛനെ തടയരുത്. എന്തുവാണ് ഞാൻ പച്ച പിടിക്കാൻ നീ സമ്മതിക്കൂലേ? അങ്ങനെ ഈ പൊന്നു വളയുന്ന ഭൂമിയുടെ അച്ഛൻ അങ്ങനെ പച്ച പിടിക്കണ്ട. എടാ മോനെ, ഇത് വിറ്റ് കിട്ടുന്ന പൈസക്ക് നിനക്ക് ഇതിലും കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഹൈ റേഞ്ച് മേടിച്ചു തരാം. അവിടെ നിനക്ക് കാപ്പിയോ തേയിലോ എന്ത് വേണേലും കൃഷി ചെയ്യാം. വേണമെങ്കിൽ എത്ര കിട്ടി ഈ ഡീലിൽ നിന്ന് കൈമണി? എനിക്കെന്ത് കിട്ടാൻ? എടാ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ട് കാണണം, എനിക്കത്രേ ഉള്ളൂ. പക്ഷേ നീ വടി കോപ്പോ കളഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിട്ട് വീട്ടിലോട്ട് വന്നേ. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അന്നം കൊടുക്കുന്ന ഈ ഭൂമി വിട്ടിട്ട് എനിക്കൊരു ഡീലും പൈസ ഒന്നും അങ്ങനെ ഉണ്ടാക്കണം അച്ഛൻ. എടാ മക്കളെ, നീ നിന്റെ അച്ഛനെതിരെയാണ് സംസാരിക്കുന്നത്. അച്ഛനെതിരെ അല്ലേ സംസാരിക്കുന്നത്? അച്ഛന്റെ ഈ നയങ്ങൾക്കെതിരെയാണ്. ഓ അപ്പൊ അങ്ങനെയാണല്ലേ? നീ എന്റെ സ്നേഹത്തോടെയുള്ള മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ ഒരു ഭയങ്കരമായ മുഖമുണ്ട്, വലിച്ചു കീറുന്നു ഞാൻ. ഞെട്ടിപ്പോകും നീ. അഗ്രികൾച്ചർ പഠിക്കാൻ പോയ സഞ്ജുവിനെ അച്ഛൻ അറിയൂ. ജന്മിത്വത്തിനെതിരെ പോരാണ് സഞ്ജുവിനെ അച്ഛൻ അറിയില്ല. അതേടാ നിന്റെ അച്ഛൻ ജന്മിയാടാ. എല്ലാവരും കൂടെ അടിച്ചു കുടിച്ച് ഞാൻ ഇവിടുന്ന് ഓടിക്കും. പാപ്പാടി പ്രകാശന ജന്മിയുടെ ജന്മിത്വം അവസാനിപ്പിക്കുക. പ്രകാശി, നമ്മൾ ഇവിടം വരെ എത്തിച്ചില്ലേ, ബാക്കി വേണുക്കുട്ടൻ ഡീൽ ചെയ്ത് തരും. ഉറപ്പാണ്, നിങ്ങൾ വന്നേ. അത് വിടെ ജന്മിത്വം അവസാനിപ്പിക്കുക. പ്രകാശന ജന്മിത്വം അവസാനിപ്പിക്കുക. പാപ്പാടി പ്രകാശന്റെ ജന്മിത്വം അവസാനിപ്പിക്കുക. ഈ ഭൂമി നമ്മുടെ ഭൂമി, ഈ മണ്ണ് നമ്മുടെ മണ്ണ്. നിന്നെ തൊലക്കൂടാ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മോഹിനിയുടെ മുഖം കാണണ്ടല്ലോ.
നിനക്കെന്താ അവളോട് എത്ര കണ്ണുകടി? ഓ അവളെ പറഞ്ഞത് നിങ്ങൾക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല അല്ലേ? 2 പിള്ളേരെ നോക്കി ഭർത്താവ് പോലും ഇല്ലാതെ മാന്യമായിട്ട് നീക്കുന്നൊരു പെണ്ണ്, അവളെ കുറിച്ച് നീ എന്തിനാ കുറ്റം പറയുന്നത്? അവളെ കയ്യിലിരിപ്പിനെ കൊണ്ട ഭർത്താവ് വിട്ടിട്ട് പോയി, അല്ലാണ്ട് ചത്തുപോയതൊന്നല്ല. അതിനെ കുറിച്ച് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ആ എനിക്ക് ഉറപ്പുണ്ട്, നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് അത്. പിന്നെ നാട്ടുകാരല്ല നിന്നെ കുറിച്ച് വലിയ കൊമ്പത്തെ അഭിപ്രായമാണല്ലോ പറയുന്നത്. എന്താ നാട്ടുകാർ എന്നെ കുറിച്ച് പറയുന്നത്? അങ്ങനെ പലതും പറയും. ആ എന്നാ പറ, എന്താ പറയുന്നത്? നീ എന്തിനാ അറിയുന്നത്? എന്നെ കുറിച്ച് നാട്ടുകാർ അങ്ങനെ വൃത്തിയാണെന്ന് ഒരിക്കലും പറയല. ഞാൻ നല്ല അന്തസ്സിൽ തന്നെയാണ് ജീവിക്കുന്നത്. നിന്നെ പോലാണ് മറ്റുള്ളവർ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ടായിരിക്കും ഭർത്താവ് വിട്ടിട്ട് പോയത്. കുറ്റം പറയാൻ ഭയങ്കര മിടുക്ക കേട്ടാ. ദേ വന്നു സമരനായകൻ തന്തേ തല്ലി. എനിക്ക് എന്തിന്റെ കേടായിരുന്നടാ? എനിക്ക് എന്തിനാ കേടാന്നാ? എനിക്ക് കുറച്ച് സാമൂഹ്യ ബോധമുണ്ട്. വൈകുന്നേരം പറയപ്പെട്ട് ഞാൻ ചിന്താകുലനാണ്. ഒരു ചിന്താകുല. ആദ്യം വീട്ടിലെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കണടാ, എന്നിട്ട് വേണം നാട്ടുകാരെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. നിങ്ങൾക്കല്ലേ എങ്ങനെ ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടുന്നു? സെൽഫിഷ് ആൾക്കാര്. പിന്നെ നമ്മളെ കാര്യം നോക്കാൻ നാട്ടുകാർ മുഴുവൻ ഇങ്ങോട്ട് വരാറുണ്ടല്ലോ. നമ്മളെ ആവശ്യത്തിനെല്ലാം കുടുംബശ്രീ ഉള്ളൂ ഒരു സഹായത്തിന്. എനിക്ക് നിങ്ങളോട് അകത്ത് ജീവിക്കാൻ നേരമൊന്നുമില്ല. അമ്മ ഒരു ചായ ചായ വേണം വിട്ട് കുടിക്കടാ. എന്നോട് നിങ്ങൾ രണ്ടും എത്ര നീചമായിട്ട് പെരുമാറിയാലും ഇതിന് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. എന്നാ നീ ഞങ്ങളുടെ മകനാണെന്നുള്ള ചിന്തയിൽ ഞങ്ങൾ വന്ന് പിന്മാറും. എന്നാ അച്ഛാ കേട്ടോ, ഇന്ന് ഈ കണ്ടതൊന്നുമല്ല. ഈ 5 നാളെ 10 ആവും 15 ആവും ഈ പഞ്ചായത്ത് മൊത്തം ഇവിടെ നിരക്കും. നീ നിരങ്ങും. നിരങ്ങുണ്ട്. ഇത് ഞാനേ ഒരു അന്താരാഷ്ട്ര വിഷയമായിട്ടങ്ങ് മാറ്റും. ഒന്ന് പോടാ. ഈ ഗുലാബ് സിന്ദാബാദ്. ഷഡ് കാണുന്നു, ആദ്യം പാന്റ് നേർക്കിടാൻ പഠിക്കും. ഈ ഗുലാബ് സിന്ദാബാദ്. ചെക്കനെ വെറുപ്പിക്കണ്ടേ, കാഞ്ഞ ബുദ്ധിയാ. ഒക്കെ എനിക്കറിയാം, ഞാനൊരു നമ്പറിന് ഇണക്കത്തിൽ പറഞ്ഞത്. നിങ്ങക്ക് കുന്തറിയും. ഇതാണ് കുഴപ്പം. എനിക്ക് കുറച്ച് പാല് വേണം. ഞാൻ തന്നെ ഉണ്ടാക്കോളാം ചായ. പാല് പാലില്ല. പാല് വേണമെങ്കിൽ പോയി കടയിൽ പോയി വാങ്ങിക്കൊണ്ടിരണം. അച്ഛന് കട്ടൻ ചായ കൊടുത്തത് അതുകൊണ്ട്, പാലില്ലാത്തതുകൊണ്ട്. കട്ടൻ വെച്ചു കുടിക്കേ. നിനക്ക് ചുറ്റും ആൾക്കാരില്ല ഇഷ്ടം പോലെ സഹായിക്കാൻ. ചായക്കട പോയി കുടിയടാ. അച്ഛനോട് ചോദിച്ചിട്ടില്ല, അമ്മയോടല്ലേ ചോദിച്ചേ? ഇൻകുലാബ് വിളിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നിട്ടില്ലേ? എന്നാ പിന്നെ അവർ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്ന ചായയും ചോറെല്ലാം വെക്കാൻ വേണ്ടിട്ട്. നിനക്ക് ചെലവിന് തരുന്നത് ഞങ്ങള്, എന്നിട്ട് നീ ഇംഗ്ലാ വിളിക്കുന്നത് നാട്ടുകാരെ കൂടെ ചേർന്ന്. അങ്ങനെ അതിന് 2 പണി നടക്കത്തില്ല. ഒന്നില്ല ഇവിടുന്ന് കഴിച്ചാൽ ഇവിടുത്തെ ചൊല്ലിട്ട് ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ നാട്ടുകാരുടെ കൂടെ പോയി അവരുടെ കൂടെ കഴിച്ചോ. എന്തിനാ പോകുന്നത്? ഞാനിവിടെ അല്ലേ ജീവിക്കുന്നത്. ഞാൻ വീട്ടുകാർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഞാൻ അമ്മയോട് ചോദിച്ചോളാം, ഇച്ചിരി ചായ തന്നെ. ചായ ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ. ഒരു പ്രാവശ്യം ഞാൻ പറയുള്ളൂ, 1-2 വട്ടം എന്നോട് കൂടെ പറയിപ്പിക്കരുത് നീ. നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല. എടീ കഴിക്കുന്ന ചോറ് എല്ലാം കയറിയിട്ടാ 2 ദിവസം പട്ടിണി കിടക്കും വെക്കോ ഒക്കെ ആയിക്കോ. ചായ വെച്ചു കൊടുക്കണം. എന്നാത്തിന് ഉണ്ടല്ലേ അവൻ വിഷമിച്ചാൽ നമുക്ക് തന്നെയല്ലേ വിഷമം. ചെറുക്കന് ചിന്തയിലും നമ്മള് തന്തേം തള്ളയൊക്കെ ആയിപ്പോയി. ചായ ഉണ്ടാക്കി തരാ. ചായപ്പൊടി എടുക്കും. ചായപ്പൊടി എന്നാടാ കളറ്? ബ്രൗൺ അല്ലേ? തേയിലയുടെ നിറം അറിയാത്തവനാണോ എങ്കിലാ വിളിക്കാൻ പോകുന്നത്? തോറ്റ് കഴിയുമ്പോ ഉടനെ അമ്മയെ പിടിച്ചോണം. ഉന്നാര മോനല്ലേ. ഒന്ന് വേന്നിട്ടാ, ഞാൻ ഇവിടുന്ന് പൊക്കോളാം. കട്ടൻ ചായ ഇടൂടെ? ഫ്രിഡ്ജില് പാലില്ല ഉറപ്പാണോ? അമ്മേ അമ്മേ ആടെ നിന്നോടല്ലേടാ ഞാൻ പറഞ്ഞ പാലില്ല എന്ന്. പിന്നെ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ. ബിസ്ക്കറ്റും ഇല്ല, ബിസ്ക്കറ്റും ഇല്ല. അല്ലെങ്കിൽ ഞാൻ നിന്നോട് കടയിൽ പോകാൻ പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എനിക്ക് വയ്യ, എനിക്കൊന്ന് ഉറങ്ങണം. സംസാരിക്കുന്ന അമ്മേ. എടാ ഞങ്ങള് ഭാര്യയും ഭർത്താവുക. നീ ഒരാളോട് സംസാരിച്ചാൽ മതി, 2 പേരും ഉത്തരം പറയും. ഞാൻ അമ്മയോടല്ല സംസാരിക്കുന്ന അമ്മേ. ചെവി കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് സംസാരിക്കുമ്പോ ഈ വീട്ടിൽ കേൾക്കേണ്ട രീതിയിൽ സംസാരിക്കണം, അല്ലാണ്ട് ഇതിന്റെ അപ്പുറത്തെ ആൾക്കാർ അയൽപക്കക്കാർ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. കേട്ടാ? അച്ഛനല്ലേ ഞാൻ പറഞ്ഞ പോത്ത് കാരണം ഞാനോ? ഇതെന്ത് കഷ്ടം. മാറി നിക്കടാ, ചൂടുള്ള ചായടാ. വേണ്ട, ഞാൻ ഒന്ന് പോട്ട് വിടുന്നു. തല വേദനിച്ചിട്ട് പോയ. അലറി വിളിക്കുമ്പോ ആലോചിക്കണം, തലയെല്ലാം വേദന എടുക്കും. സ്വപ്നം കണ്ടിരിക്കണ്ട, ഒരു മാർവാടി കോടി ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. തുമ്പി തുമ്പി ചേച്ചി തുമ്പി. ഗൈസ് തുമ്പി. നമ്മളൊക്കെ എത്ര പ്രാവശ്യം അച്ഛന്റെ അച്ഛമ്മയുടെയും കൂടെ കൈ പിടിച്ച് നടന്ന സ്ഥലം അല്ലേ? ശരി, അതൊന്നും മറക്കാൻ പറ്റത്തില്ല. ഞാൻ അതൊന്നും തിരിച്ചു കിട്ടില്ല. എന്ത് രസമായിരുന്നു.
അയ്യോ പുണ്ണി എനിക്ക് മാത്രം അത് കാണാനും കേൾക്കാനും ഭാഗ്യം കിട്ടിയില്ല. എടാ നീയൊക്കെ ജനിച്ച് വീണതേ ഫോണിലോട്ടാ, പിന്നെ എങ്ങനെ കാണാനാ? എന്നിട്ട് അത് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ 24 മണിക്കൂറും ഫോണില്. ഈ കുരിപ്പിനെ കൊണ്ടുവരണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാ ചൊറിയെ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കുരിപ്പ് വിളിക്കരുത് എന്ന്. എടി വില്ലാ പ്രൊജക്ട് തുടങ്ങി ഇതൊക്കെ വെട്ടി കളയും. അപ്പൊ ഇവനതൊക്കെ കാണട്ടെ. കാണു കാണു നല്ല പോലെ കാണു. നോക്കിയേ എടാ നോക്കിപ്പോടെ വല്ല പാമ്പൊക്കെ ഉണ്ടാവും. നടക്ക്. നമ്മുടെ വീട് ഇവിടെയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ? ആ എന്താ പടിഞ്ഞാറൻ കാറ്റ് കടിക്കില്ലേ? പടിഞ്ഞാറ് എവിടെയാന്നൊന്നും പറഞ്ഞേ. വടക്കിന്റെ ഓപ്പോസിറ്റ്. വടക്ക് എവിടെ? നീയേ വല്ലാണ്ട് ചോദ്യം ഒന്നും ചോദിക്കണ്ട, ആ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. സൗകര്യമില്ല. ഈ കൃഷ്ണ ചേച്ചി എവിടെ വന്നാലും വടക്കാണല്ലോ. വടക്കും പടിഞ്ഞാറും ഒന്നും അറിയാതെ അവൻ മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ വെറുതെ ഷോ ഇറക്കാൻ നിൽക്കുന്നത്. ഇതൊക്കെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, അത് തെക്ക്, ഇത് വടക്ക്. അതൊന്നും അല്ല, അത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, അത് വടക്ക്, ഇത് തെക്ക്. അതൊന്നല്ല. നിങ്ങൾ എന്തിനാ ഈ വടക്കും തെക്കും പറഞ്ഞോണ്ട് ഒരു ബഹളം ഉണ്ടാക്കണേ? നമുക്ക് നമ്മുടെ ഭാവിയത്തെ വില്ലേനെ പറ്റി ഓർക്കാം. എന്തോന്നാണോ ഓർക്കേണ്ടത്? എനിക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു ബെഡ്റൂം വേണം. കാരണം അച്ഛമ്മയുടെ കൂടെ ഞാൻ ഉറങ്ങി മടുത്തു. രാത്രിയൊക്കെ അച്ഛമ്മ ഭയങ്കര കൂർക്കം വലിയ. നിനക്ക് ഈ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൊരു ബെഡ്റൂം, എന്റെ ബാത്റൂമിൽ നല്ല കിഡിലായ ഒരു ബാത്ത് ടബും വേണം. അത് നമുക്ക് ആലോചിക്കാം കേട്ടാ.